ഇന്ന് നമുക്കൊരു അവൽ പായസം ഉണ്ടാക്കിയാലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനൊരു നോൺ സ്റ്റിക്ക് പാത്രം എടുത്തിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് നെയ്യ് ഇട്ട് കൊടുക്കുക. നെയ്യ് ഉരുകി വന്നതിന് ശേഷം കുറച്ച് അണ്ടിപ്പരിപ്പ്, അത് നന്നായിട്ടൊന്ന് ഇളക്കി ഒരു ചെറിയ ബ്രൗൺ കളർ പോലെ ആകുമ്പോഴത്തേക്കും അതിലേക്ക് കിസ്മിസ് ഇട്ട് കൊടുക്കുക. സിമ്മിലിട്ട് വേണം വയ്ക്കാനായിട്ട്. അത് പ്രത്യേകം ശ്രദ്ധിക്കണം, അല്ലെങ്കിൽ കരിഞ്ഞു പോകും. കിസ്മിസും നന്നായിട്ട് ഇട്ടിട്ട് ഒരു ബോൾ പോലെയൊക്കെ ആയി കഴിയുമ്പോഴേക്കും അത് രണ്ടും കൂടി കോരി മാറ്റി വേറൊരു പാത്രത്തിലേക്ക് വയ്ക്കാം. നല്ല ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു പായസമാണ് അവൽ പായസം. നമ്മൾ സേമിയ പായസം ഉണ്ടാക്കുന്ന പോലെ തന്നെയാണ്. പിന്നെ അതിൽ നമ്മളിവിടെ പഞ്ചസാരയാണ് ഉപയോഗിക്കുന്നത്, ശർക്കര വെച്ചും ഉണ്ടാക്കാം. അണ്ടിപ്പരിപ്പും കിസ്മിസൊക്കെ എടുത്ത് മാറ്റിയതിന് ശേഷം അതേ നെയ്യിലേക്ക് തന്നെ നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള അവലിട്ട് കൊടുക്കണം കേട്ടോ. ഒരു ഗ്ലാസ് അവലാണ് ഞാൻ എടുത്തേക്കുന്നത്. മട്ട അവലാണ്, ചുവന്ന അവൽ, ഇച്ചിരി കട്ടിയൊക്കെ ഉള്ള ആ അവൽ നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം. ആ പാത്രത്തിൽ ഒരു അണ്ടിപ്പരിപ്പ് ഇരിപ്പുണ്ട്, അത് ഞാൻ കാണാതെ പോയതാണ്, പിന്നീട് എടുത്ത് മാറ്റുന്നതായിരിക്കും. അപ്പോൾ ഇത് നന്നായിട്ട് റോസ്റ്റ് ചെയ്യാം. അതിനുശേഷം ഇതിലേക്ക് പാലൊഴിച്ച് കൊടുക്കുക. 600 ml പാലാണ് ഞാൻ ഒഴിക്കുന്നത്. അപ്പോൾ കവർ പാലാണ് ഉപയോഗിക്കുന്നത്. ആദ്യം 1/2 ലിറ്റർ പാലൊഴിച്ചു, അതിനുശേഷം കുറച്ചുകൂടി പാലൊഴിക്കുന്നുണ്ട് കേട്ടോ. 600 ml പാലും പാക്കറ്റൊക്കെ കഴുകി ഒരു ഗ്ലാസ് വെള്ളവും കൂടെയാണ് നമ്മൾ ഒഴിച്ചു കൊടുക്കുന്നത്. എന്നിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കിയാൽ മതി, അല്ലെങ്കിൽ അടുക്കി പിടിക്കും. ഇത് നന്നായിട്ട് തിളച്ച് പൊന്തി വരുമ്പോൾ സിമ്മിലേക്ക് ആക്കുക. ഈ അവൽ നന്നായിട്ടൊന്ന് വേവണം, അതാണ് ഇതിൻ്റെ പരുവം. അപ്പോൾ അവൽ വേവുന്ന വരെ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുക്കുക. ഇപ്പോൾ ഏകദേശം നമ്മുടെ അവൽ വെന്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. പഞ്ചസാര ഓരോരുത്തരുടെ ഇഷ്ടത്തിനാണ് ചേർത്ത് കൊടുക്കണം. മധുരം ആവശ്യമുള്ളവർക്ക് ഒത്തിരി ചേർത്ത് കൊടുക്കാം. നമ്മളിപ്പോൾ ഇവിടെ 1 ഗ്ലാസ് അവലിന് 1/2 ഗ്ലാസ് പഞ്ചസാരയാണ് എടുത്തേക്കുന്നത്. പിന്നെ ഒരു 2 ടേബിൾ സ്പൂൺ പഞ്ചസാര ഏലക്ക ഇട്ട് പൊടിച്ച് അതും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. മധുരം ചേർക്കുന്നതുകൊണ്ട് തന്നെ നമ്മളൊരു നുള്ള് ഉപ്പ് കൂടെ ചേർക്കണം, എങ്കിലാണ് ആ ഒരു ടേസ്റ്റ് ബാലൻസ് ആയി കിട്ടുള്ളൂ. അപ്പോൾ ഇത് നന്നായിട്ട് തിളച്ച് വരുന്നുണ്ട്. ഇനി നമുക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കുക. ഒരു നുള്ള് ഉപ്പിട്ടാൽ മതി. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കുക. ഒരു 2 മിനിറ്റ് നേരം കൂടി തിളച്ച് കഴിയുമ്പോൾ നമുക്ക് തീ ഓഫ് ചെയ്യാം. പായസം തണുത്ത് കഴിയുമ്പോഴേക്കും നന്നായിട്ട് കുറുകി കുറച്ചുകൂടി ടേസ്റ്റി ആവും. അപ്പോൾ നമ്മുടെ ഇന്നത്തെ അവൽ പായസം റെഡി ആയിട്ടുണ്ട്. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ ബൈ ബൈ.